പല സമയങ്ങളിലും ഒരുപക്ഷേ നമ്മുടെ സമൂഹത്തിലെ വീടുകളിൽ വളരെ ഭ്രാന്തമായ നിലയ്ക്ക് പെരുമാറുന്ന, തനിക്കും തൻ്റെ കൂടെ നിൽക്കുന്ന മറ്റുള്ള ആൾക്കാർക്കും ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന, ഭീഷണിയാകുന്ന, മാനസിക സമനില തെറ്റിപ്പോകുന്ന മനുഷ്യർ ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ഈ സംസ്കൃത സമൂഹത്തിൽ പരിഹരിക്കുവാൻ മറ്റെന്ത് മാർഗമുണ്ട്? ഈ സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരാൾ ഒരു തൽക്കാല സമയത്തേക്ക് ഒരാൾക്ക് വിഭ്രാന്തി ഉണ്ടായാൽ അയാൾ എക്സൈറ്റഡ് ആയിട്ട് നിയന്ത്രണമില്ലാതെ ടെൻഷൻ കയറിയിട്ട്, അത് ടെൻഷൻ കയറിയിട്ട് അല്ലാതെ ബാക്ടീരിയ ബാധിച്ചിട്ടോ വൈറസ് ബാധിച്ചിട്ടൊന്നും അല്ല, എന്തെങ്കിലും ദണ്ണം കയറി കഴിയുമ്പോൾ അവൻ വയലൻ്റ് ആവുകയോ ഒച്ച വെക്കുകയോ അല്ലെങ്കിൽ കൺട്രോൾ ഇട്ട് പെരുമാറുകയോ ഉപദ്രവിക്കാൻ വരികയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാം. ആ സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ്, സൈക്കാട്രി കൊടുക്കുന്ന ഡ്രഗ്സ് ആ സ്വഭാവം മാറാനുള്ള മരുന്നല്ല, അവരുടെ മാനസിക പ്രശ്നത്തെ എൻ്റെ അഭിപ്രായത്തിൽ പരിഹരിക്കുന്നില്ല. അവരെ തൽക്കാലത്തേക്ക് ബ്രെയിൻ ഡിസേബിൾ ചെയ്യുന്നത് കൊണ്ട്, ബ്രെയിൻ ഡിസേബിളിങ് ഇഫക്ട്സ് ഉള്ളതുകൊണ്ട് അവർ അന്നേരത്തേക്ക് തൽക്കാലത്തേക്ക് തളർന്നു കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ഉണ്ട്. തൽക്കാലത്തേക്ക് മരുന്ന് കൊടുത്ത് തളർത്തിയാലും അവരുടെ പേഴ്സണാലിറ്റി ഡൈനാമിക്സിലേക്ക് ഇറങ്ങിച്ചെന്നവരെ സൈക്കോതെറാപ്പി ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ ഈ വ്യക്തിത്വ വൈകല്യം തുടർന്നു. ഞാൻ ആ പാർട്ടിൽ എഗ്രി ചെയ്തു. പക്ഷെ ആ നിമിഷത്തിൽ പ്രശ്നക്കാരനായി വരുന്ന ഈ വ്യക്തിയെ നിയന്ത്രിക്കുവാൻ എന്ത് മാർഗം? പോയിസൺ മാർഗ്ഗമേ ഉള്ളൂ. ആ സമയത്ത് പോയിസൺ, കോപ്പറേറ്റീവ് അല്ലെങ്കിൽ പോയിസൺ കൊടുക്കുക. ആ സൈക്കാട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ സമൂഹത്തിന് എന്താ ഉള്ളത്? സംസ്കൃത സമൂഹത്തിൽ ഇതിന് പകരം വയ്ക്കുവാൻ വല്ലതും ഉണ്ടോ? കാരണം ഇതൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ഒരാൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ മറ്റെല്ലാ മാർഗ്ഗങ്ങളും കോപ്പറേറ്റ് ചെയ്യാതിരുന്നാൽ പല പ്രാകൃതമായ മാർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കും. അയാളെ തല്ലിയാൽ അയാൾ ഒതുങ്ങിയിരിക്കും, അയാളെ പോലീസ് വിരട്ടിയാൽ ഒതുങ്ങും, പോയിസൺ കൊടുത്താൽ തളരും. ഇതൊക്കെ സത്യമായ കാര്യമാണ്. പക്ഷെ അതൊന്നും എൻ്റെ അഭിപ്രായത്തിൽ അത് ആത്യന്തികമായ ചികിത്സയല്ല. അത് തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ അയാളുടെ യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെയായി ആ നിലയിലേക്ക് അയാളെ കൊണ്ട് എത്തിച്ചത് എന്തുകൊണ്ടാണ് അയാൾ എത്രയും എക്സൈറ്റഡ് ആവുകയും വയലൻ്റ് ആവുകയും ചെയ്യുന്നതിന് ഒരു കോസ് ഉണ്ട്, ഇമോഷണൽ കോസ് ഉണ്ട്. പലപ്പോഴും ദ മെക്കാനിക്സ് ഓഫ് ദ ഡിസീസ് ഈസ് നോട്ട് ദി ഒറിജിൻ ഓഫ് ദ ഡിസീസ്, ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഒരാൾ അങ്ങനെ പെരുമാറുന്നെങ്കിൽ അതൊരു മെക്കാനിസമാണ്, അയാളുടെ ഒരു മെക്കാനിക്കൽ ബിഹേവിയറാണ്. പക്ഷേ ദർ ഇസ് എൻ ഒറിജിൻ ഓഫ് ദ ഡിസീസ്. അയാളെ ആ രീതിയിലേക്ക് വ്യക്തിത്വ ഘടന മാറ്റി സമനില തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ കൊണ്ടെത്തിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ജീവിത പശ്ചാത്തലവും ആന്തരിക ലോകവും ഇൻട്രാസൈക്കിക് പ്രോസസ്സും ഉണ്ട്. അത് അനലൈസ് ചെയ്യപ്പെടുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. അത് അനലൈസ് ചെയ്യപ്പെടാതെ ഇരുന്നാൽ അയാൾ പിന്നെയും കുറ്റവാളികളായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ പ്രവർത്തന ഫലമായി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റ് മാനസികാരോഗ്യ സേവന മേഖലകളിലുള്ള നൽകുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള മനുഷ്യാവകാശ ധ്വംസനത്തെക്കുറിച്ചുള്ള കണക്കുകളോ അല്ലെങ്കിൽ കാരണങ്ങളോ താങ്കളുടെ കയ്യിലുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ഒരു റെഡിമെയ്ഡ് കണക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, സൈക്യാട്രി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രശാഖ അതിൻ്റെ നടത്തിപ്പിൽ തന്നെ, അതിൻ്റെ ബേസ്മെൻറ്റ്, അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ തെറ്റാണ്. കാരണം ഒരാളെ ഡയഗ്നോസ് ചെയ്യുന്നതിന് നമുക്ക് വ്യക്തമായൊരു മാർഗമില്ലാതിരിക്കുകയും അതിൻ്റെ മണ്ടയ്ക്ക് കെട്ടിപ്പൊക്കുന്ന ചികിത്സാ തകരത്തേ ഉള്ളൂ. അതൊരു ആസ്പെക്ട്. മറ്റൊരു ആസ്പെക്ട് കൂടെ ഞാൻ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇതൊരു ഭാഗം. ഇത് ദ വെരി പ്രോസസ് ഇറ്റ് സെൽഫ് ഈസ് ഡാമേജിങ് അല്ലെങ്കിൽ ഡിസേബിളിങ്. ഇനി യഥാർത്ഥത്തിൽ ഒരു മാനസിക പ്രശ്നം ഇല്ലാത്ത വ്യക്തിക്ക് തന്നെ മനോരോഗമുണ്ട്, അതുകൊണ്ട് ചികിത്സ നൽകേണ്ടതുണ്ട് എന്ന് പറയുന്ന മനുഷ്യാവകാശ ധ്വംസനം നമ്മുടെ സമൂഹം നടക്കുന്നതായിട്ട് താങ്കൾക്ക് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ അതിനുള്ള പരിഹാരം. ഒരാളെ ശരിയാക്കി മനഃശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അയാളോട് വിശദമായി സംസാരിക്കുകയും അയാളെ പഠിക്കുകയും ചെയ്താൽ അയാളുടെ വൈകാരിക ലോകത്തുള്ള താളക്കേടുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചാൽ അവരെ കറക്റ്റ് ചെയ്യാനും പറ്റും, അവർ സഹകരിക്കുകയും ചെയ്യും നമ്മളോട്. ഏറ്റവും കൂടുതൽ യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഗവേഷകനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഇർവിങ് കെർഷ്. 31 വർഷമായിട്ട് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ മെറ്റ അനലിറ്റിക് സ്റ്റഡി നടത്തി. ഏറ്റവും നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ് നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി തെളിവ് നൽകുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ് മെറ്റ അനാലിസിസ് ദ അനാലിസിസ് ഓഫ് അനാലിസിസ്. 31 വർഷം അദ്ദേഹം ഗവേഷണം നടത്തി ഈ വിഷാദവിരുദ്ധ മരുന്നുകൾക്ക് വിഷാദവിരുദ്ധ പ്രോപ്പർട്ടി ഉണ്ടോ എന്നറിയുന്നതിനുള്ള ഗവേഷണമായിരുന്നു അത് അവിടെ നടത്തിയിട്ട് എല്ലാ കേസിലും കാണിക്കുന്നത് ഈ മരുന്നുകൾ പ്ലേസിബോ ഡ്രഗ്സിനേക്കാളും ഷുഗർ പിൽസിനേക്കാളും പ്രയോജനം ചെയ്യുന്നതല്ല. ആൻറ്റി ഡിപ്രസൻസ് ആർ നോ മോർ ഗുഡ് ദാൻ പ്ലേസിബോ ഡ്രഗ്സ് ഓർ ഷുഗർ പിൽസ്. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. യൂട്യൂബിൽ അതുണ്ട്. ഏത് മരുന്നാണോ വിഷാദം കുറയ്ക്കാനായിട്ട് സൈക്യാട്രിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതേ ഗുളികകൾ ഉപയോഗിച്ചാണ് വിഷാദമുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ അർത്ഥം സൈക്യാട്രിയുടെ മരുന്നുകൾ സ്ലോ സൂയിസൈഡാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു മീ. മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രാധാന്യം അർഹിക്കുന്നതിന് കാരണം ഇത്രയധികം അന്ധകാരം നിലനിൽക്കുന്ന അവിജ്ഞാനം നിലനിൽക്കുന്ന ഒരു മാനസികാരോഗ്യ രംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി CCHR നടത്തുന്ന ശ്രമം
അത്ഭുതകരമായ രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് SSRI മരുന്നുകൾക്കെതിരെ ബ്ലാക്ക് ബോക്സ് വാണിംഗ് ഉണ്ടാക്കാൻ CCHRന് കഴിഞ്ഞത്. വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, ലോകപ്രസിദ്ധനായ എഴുത്തുകാരൻ, ഞാൻ ആദരിക്കുന്ന വ്യക്തി, കിഴവനും കടലും എന്ന് പറഞ്ഞ നോവൽ എഴുതിയ ഏണസ്റ്റ് ഹെമിംഗ്വേ. അദ്ദേഹത്തെ മെന്നിങ്ങർ ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആത്മഹത്യ പ്രവണത വന്നു, വിഷാദം കൊണ്ട്. ആർക്കും വിഷാദം ഉണ്ടാകാം. ആത്മഹത്യ പ്രവണത കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തെ കയറ്റി അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് 20 ഷോക്ക് തുടർച്ചയായി നൽകി. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്. ഇത് ഞാൻ വായിച്ചെടുത്തത് പപ്പ ഹെമിംഗ്വേ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഹോച്ചിനർ പപ്പ ഹെമിംഗ്വേ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചതാണ്. ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് മോൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പപ്പ അവിടെ പോയി 20 ഷോക്ക് ചികിത്സ എടുത്തിട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് ശപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ എഴുതാനുള്ള കഴിവെല്ലാം പോയി, എൻ്റെ ബ്രെയിനെല്ലാം പോയി, എൻ്റെ മെമ്മറി എല്ലാം എറേസ്ഡ് ആയി, യു ഹാവ് പുട്ട് മീ ഔട്ട് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് സൂയിസൈഡ് ചെയ്തു. 20 ഷോക്ക് നിരന്തരം കൊടുത്തിട്ട് മഹാനായ എഴുത്തുകാരനെ നിർവീര്യനാക്കി നിഷ്ഫലനാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ ഈ ഷോക്ക് ചികിത്സ കൊണ്ടുള്ള പ്രയോജനം? ഡാമേജിങ് അല്ലാതെ ഒരു പ്രയോജനമില്ല. ഷോക്ക് ചികിത്സ ഇസ് ദ നമ്പർ വൺ ക്രൂവൽറ്റി. You would say human right violation. It is a human right, 100% human right violation. It is nonsense, a medical nonsense according to me. സിഡ്നി സാമന്റ് എന്ന് പറഞ്ഞ ന്യൂറോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? സിഡ്നി സാമന്റ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡാമേജിങ് ദ ബ്രെയിൻ ബൈ ഇലക്ട്രിക്കൽ മീൻസ്. ഡോക്ടർ സിഡ്നി സാമന്റ്. ഇനിയും ഡോക്ടർ ജോൺ ഫ്രീഡ്ബർഗ്, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ജോൺ ഫ്രീഡ്ബർഗ് പറഞ്ഞു, ദിസ് ഈസ് ഓൺലി ഡാമേജിങ്. ഷോക്ക് ചികിത്സ ഡാമേജിങ് ആണ്. ഡാമേജ് ചെയ്യുന്നതിന് ചികിത്സ എന്ന് വിളിക്കാൻ തുടങ്ങി. എല്ലാ മനുഷ്യരെയും ഡാമേജ് ചെയ്യാൻ ശാസ്ത്രജ്ഞന്മാരൊന്നും വേണ്ട. അതിന് നമ്മളെക്കാൾ മിടുക്കന്മാരെ ആൾക്കാർ പുറത്തുണ്ട് ഡാമേജ് ചെയ്യാൻ. അതിന് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഈ ചർച്ചയും ഈ ചിന്താധാരയും ഇങ്ങനെ പോകുന്നു. ഈ യാത്രയിൽ നമ്മൾ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്, ശ്രീ ജോസഫ് ഐസക്കിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ, മാനസിക ആരോഗ്യ സേവന മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ കടങ്കഥകൾ യാഥാർത്ഥ്യം കടങ്കഥയുമായി തീരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ ഇത്തരം അന്ധതയും ഒരുപക്ഷെ മനുഷ്യാവാസ ധ്വംസനത്തിനും കാരണമെന്ന് ഡോക്ടർ ജോസഫ് ഐസക്ക് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി അർത്ഥഗർഭമായി ചിന്തിക്കാം, ഒന്നുകൂടി ആലോചിച്ച് മുന്നോട്ട് പോകാം. ഇത്തരം വളരെ അനിതര സാധാരണ അഭിപ്രായങ്ങൾ നൽകി ശാസ്ത്ര ലോകത്തെ പ്രകോപിപ്പിക്കുന്ന താങ്കളുടെ ചിന്തകൾക്ക് നന്ദി, നമസ്കാരം.